ബ്രിട്ടനെയാകെ നടുക്കിക്കൊണ്ട് ലണ്ടനിലെ ഒരു ആഡംബര ടവർ ബ്ലോക്കിൽ നിന്നും വീണു മരിച്ച ഇന്ത്യൻ വംശജരായ ദമ്പതികളുടെയും മകൻ്റെയും വിയോഗത്തിന് പിന്നിലെ ഞെട്ടിക്കുന്ന കഥകൾ പുറത്താണ്. തെക്കൻ ലണ്ടനിലെ എലഫ്റ്റ് ആൻഡ് കാസിലുള്ള UNCLE ടവർ ബ്ലോക്കിൻ്റെ 36-ാം നിലയിൽ നിന്നാണ് അതിഥി രാകേഷ് പിന്നെ അവരുടെ മകൻ സിദ് എന്നിവർ താഴെ വീണ് മരണമടഞ്ഞത്. ഇന്ത്യൻ വംശജരായ മരണമടഞ്ഞ കുടുംബമെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക ഭദ്രതയും ഉന്നത ജോലിയും ഉണ്ടായിരുന്നിട്ടും വിധി തങ്ങൾക്ക് നേരെ എറിഞ്ഞ കടുത്ത പരീക്ഷണങ്ങൾക്ക് മുന്നിൽ തോറ്റുപോയ ഒരു കുടുംബത്തിൻ്റെ അതിദാരുണമായ അതിഥിൻ്റെ വിവരങ്ങളാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ഡെയിലി മെയിൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കോടീശ്വരനായ ബിസിനസ് കൺസൾട്ടൻറ്റും അദ്ദേഹത്തിൻ്റെ ഭാര്യ മാരരോഗം ബാധിച്ച മകനുമാണ് ലണ്ടനിലെ അത്യാധുനിക ഫ്ലാറ്റ് സമുച്ചയത്തിൽ നിന്നും താഴേക്ക് പതിച്ച് ദാരുണമായി മരണപ്പെട്ടത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിനൊടുവിൽ ഇവർ ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക നിഗമനം. ലണ്ടനിലെ ഏറ്റവും VIP-കൾ താമസിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള ലക്ഷറി ഫ്ലാറ്റായിരുന്നു ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. ഉയർന്ന വരുമാനമുള്ള കൺസൾട്ടന്റായി ജോലി ചെയ്തിരുന്ന നാഥൻ പ്രൊഫഷണൽ രംഗത്ത് വലിയ വിജയമായിരുന്നു. സമൂഹത്തിൽ വലിയ ബഹുമാനവും കൈനിറയെ പണവും ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ പുറമേ കണ്ട ഈ ആഡംബരങ്ങൾക്കൊന്നും അവരുടെ ഉള്ളിലെ വലിയൊരു സങ്കടത്തെ മായ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇവരുടെ ഏക മകന് ബാധിച്ച മാരകമായ രോഗമായിരുന്നു ആ കുടുംബത്തിന്റെ സമാധാനം കെടുത്തിയത്. ചികിത്സിച്ചു മാറ്റാൻ കഴിയാത്ത വിധം തന്നെ മകൻ രോഗബാധിതനായതോടെ ഈ മാതാപിതാക്കൾ പൂർണ്ണമായും തകർന്നു പോവുകയായിരുന്നു. മികച്ച ചികിത്സകൾ നൽകിയിട്ടും മകന്റെ ആരോഗ്യം ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരുന്നു. ഒടുവിൽ മകന്റെ കടുത്ത വേദനകൾ കണ്ടു നിൽക്കാൻ കഴിയാതെയും അവനെ തനിച്ചാക്കി പോകാൻ മനസ്സില്ലാതെയും മാതാപിതാക്കൾ ഒന്നിച്ച് ആ കടുങ്കൈ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ലണ്ടനെ നടുക്കിയ സംഭവം ഉണ്ടാകുന്നത്. ആഡംബര ടവറിന്റെ മുകളിൽ നിന്നും വലിയൊരു സിഗ്നലോടെ 3 പേരും താഴേക്ക് പതിക്കുകയായിരുന്നു. വലിയ രീതിയിൽ ശബ്ദം കേട്ട് ഓടിയെത്തിയ സുരക്ഷാ ജീവനക്കാരും അയൽവാസികളും കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന 3 ശരീരങ്ങളാണ്. ഉടൻ തന്നെ അടിയന്തര രക്ഷാപ്രവർത്തനം പോലീസും സ്ഥലത്തെത്തിയെങ്കിലും മൂവരുടെയും ജീവൻ അപ്പോഴേക്കും നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ തന്നെ ദുരൂഹതകളൊന്നുമില്ലെന്നും ആരും ഇവിടെ അപായപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് ലണ്ടൻ പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പറയുന്നത്. മകന്റെ രോഗാവസ്ഥയെ തുടർന്ന് കുടുംബം കടുത്ത വിഷാദ രോഗത്തിലായിരുന്നുവെന്ന് ഇവരുമായി അടുത്ത വൃത്തങ്ങൾ പോലീസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ മകൻ സിദ് ജനിച്ചത് UK-യിലാണ്. ജനിച്ചപ്പോൾ മുതൽ വളരെ ഗുരുതരമായ പല രോഗങ്ങളും സിദിനെ അലട്ടുന്നുണ്ടായിരുന്നു എന്നാണ് ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏറെക്കാലമായി രാകേഷിനെയും അതിഥിയെയും അലട്ടുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അതാവാം ആത്മഹത്യയ്ക്ക് അവരെ പ്രേരിപ്പിച്ചതെന്ന് പോലീസ് കരുതുന്നു. ഏതായാലും മറ്റൊരാളുടെ ഇടപെടൽ ഇവരുടെ മരണത്തിനില്ലെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ഇതിനെക്കുറിച്ച് അന്വേഷണം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.